ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചിറ്റപ്പൻ്റെ വീട്ടിലൊരു ഹോം ടൂർ ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ വീടും അകത്തെ ഇൻറ്റീരിയർ ഡിസൈൻസും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. ഒരുപാട് ചെടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഗാർഡൻ പോലെയാണ് ഇവിടെ എല്ലാം. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ഇലഞ്ഞിയാണ്. ഇവിടെയാണ് വിളക്ക് വെക്കാറ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നോക്കാം. അപ്പം നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഒരുപാടധികം ചെടികളുണ്ട് അകത്തും, അതുപോലെ തന്നെ വീണ്ടും പുറത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. പിന്നെ ഒരുപാട് ഊഞ്ഞാലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഊഞ്ഞാൽ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയത് കൊണ്ട് ആ സൈഡിലൊരു വാട്ടർഫോൾ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ മാനസ വന്ന് ഈ ഊഞ്ഞാലിൽ ഇരിക്കുകയാണ്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറാം. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലും കഥകളിയുടെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാനസ അപ്പോൾ ഈ ബാഗിൽ മനസ്സ് കയറിയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗ് നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ട് ബിഗ് ബോസിനകത്തൊക്കെ. അപ്പോൾ അതിലിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയില്ല, അകത്ത് ഒരുപാടധികം ചെടികളുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ അധികം എന്താ പറയുക, ഇമേജസും അതുപോലെ തന്നെ കുറേ അധികം പ്രതിമകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ മയിൽപീലിയും കാര്യങ്ങളും എല്ലാം കാണാൻ. നമുക്ക് ബുദ്ധനും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി അടുത്ത് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻസിലേക്ക് നോക്കാം. ഈ സൈഡിൽ സോഫയുടെ അവിടെ നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇൻറ്റീരിയർ ഡിസൈൻ. പിന്നെ കുറേ ഞാൻ പറഞ്ഞ പോലെ ഇമേജസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യം. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം. അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ മാനസ് അവിടെ നിന്ന് എണ്ണീറ്റിട്ടില്ല. നല്ല രസമായിരിക്കാമെന്ന് പറഞ്ഞിടത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല വൈബാണ്, നല്ല പോസിറ്റീവ് വൈബും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ മാനസ് അവിടെല്ലാം നോക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയും അടുത്ത അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടീപ്പോയിൽ ശംഖ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വലിയ ശംഖാണ്. അതുപോലെ തന്നെ പല സൈസിലുള്ള ആമകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. പല സൈസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി ഇച്ചിരി കൂടെ നമുക്ക് എടുത്തറിയാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ഇനി ഹാളിലോട്ട് പോവാണ്. ഹാളാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗിത്താറും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുതിരയുടെ ഒരു ഇമേജ് കാണാൻ നമുക്ക് സാധിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ അകത്ത് തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ശംഖുണ്ട്. പിന്നെ നമ്മൾ ആ ടീപ്പോയെ കണ്ട ആമ, അത് ഗ്ലാസിൻ്റെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ഭംഗി അത് എടുത്തു നിന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞങ്ങൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കുതിരയുടെ തലയും പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്, ഇൻറ്റീരിയർ ഡിസൈൻസ് വന്നിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ രാവിലെ ആയിട്ട് ഇത്രയും ഭംഗിയാണെങ്കിൽ രാത്രി ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഗൈസ്. നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. രാത്രി ഇച്ചിരി കൂടെ എടുപ്പായിരിക്കും കാണാനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലം തന്നെ സെറ്റ് ചെയ്ത് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടോട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകാം. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലോട്ട് കിടക്കുകയാണ്. കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് റൂം. അപ്പോൾ ഇതാണ് കിച്ചൺ. നല്ലൊരു കിച്ചണാണ്. അതുപോലെ തന്നെ മുകളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് നമ്മൾ ആ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യുമ്പം. പിന്നെ ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ ഞാനും മനസ്സിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സൂപ്പർ വീടാണ് ഗൈസ്, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ലിവിങ് റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ടേബിളിൽ ഒരു സ്റ്റാൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഫോണൊക്കെ വെക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിലോട്ട് തിരിച്ച് വന്ന് മാനസിക ഊഞ്ഞാൽ കണ്ടിട്ട് അടങ്ങിയിരിക്കുന്നില്ല അവൾ. അതെല്ലാം വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുവാങ്ങ്. അപ്പോൾ അവൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ആടുന്നുണ്ട്. അപ്പം ഞാനിവിടെ പോയി കൂടെ ഇരുന്ന് അവൾ ആടുന്ന കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം ആടാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ശംഖുണ്ട്, പിന്നെ ഒരു ഒട്ടകമുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ആ ഒട്ടകത്തിനെ കാണാൻ. അത് ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സിനെ കൊടുത്ത് ചെടിയുടെ ലീഫിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അമ്മുമ്മയെ കാണാം. ഇവിടെ അമ്മുമ്മയുണ്ട്. അമ്മുമ്മയ്ക്ക് വയ്യ, ഇപ്പം അമ്മുമ്മ വയ്യാതെ കിടക്കുകയാണ്. അമ്മുമ്മയ്ക്ക് പ്രായമായപ്പോൾ വയ്യാതെ ആയതാണ്. അപ്പം അമ്മുമ്മ ഇവിടെ കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഈ റൂമിൽ ഒരു ഇൻഡോർ പ്ലാന്റ് കാണാൻ സാധിക്കും.
ഇതാ പിന്നെ ഈ റൂമിൽ തന്നെ ഒരു ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ സൈഡിലായിട്ട് മണി പ്ലാന്റ് കാണാം. പിന്നെ പിന്നെ കൂടുതലും കഥകളീസിന്റെ ഇമേജസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ആന്റി, രഞ്ജിനി ആന്റി. പിന്നെ ഇവിടുത്തെ ചേട്ടനാണത്, വിഷ്ണു ചേട്ടൻ. പിന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൽ ഒരു മീനെ നമുക്ക് കാണാം. ഈ മീനാണ്. മീനിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ പറഞ്ഞുള്ള കൂടുതലും കഥകളിയുടെ ഇമേജസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും കുറേ ബുദ്ധന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ബുദ്ധന്റെ ഇമേജും പിന്നെ അതുപോലെ തന്നെ കഥകളിയുടെ ഇമേജും ആണ് കൂടുതൽ. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഞാൻ പറഞ്ഞ ബുദ്ധന്റെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊരു അക്വേറിയം പുതിയതായിട്ട് പണിയുന്നുണ്ട്. അതിലേക്ക് വെക്കാനുള്ള കല്ലാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. അവിടെ താഴെ നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ആൻറ്റിയുടെ അങ്കിളിൻ്റെ ഒക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് അമ്മുമ്മ. അമ്മുമ്മയ്ക്ക് വയ്യാത്ത അമ്മുമ്മയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് അമ്മു ചേച്ചി, അത് രഞ്ജിനി ആൻറ്റി, അതുപോലെ തന്നെ ഇതാണ് ആൻറ്റിയുടെ നാത്തൂന്. അപ്പം നമുക്ക് താഴോട്ട് പോവാം. നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് വെച്ച് മിഴിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് ബർത്ത്ഡേക്ക്. നല്ല രസമാണ് ആ ഫോട്ടോസൊക്കെ കാണാൻ. ഞാൻ ഇതിലൊന്ന് ഇട്ടേക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഇതിലേക്കൂടെ വെള്ളമൊക്കെ പോകും. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് നോക്കാം കൂടുതൽ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് നല്ല വൈബാക്കി വെച്ചൊക്കെയാണ്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇത് സ്വിച്ചൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് നല്ലോണം വെള്ളച്ചാട്ടമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ ബുദ്ധന്റെ പുറയിലൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്കത് പിന്നെ കാണാം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റെയർ കേസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മുകളിലോട്ടെല്ലാം കാണാൻ, മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ താഴോട്ട് നല്ല സീനറിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്കിനി മുകളിലോട്ട് കയറി നോക്കാം. എന്നിട്ട് അവിടുന്ന് വ്യൂ എടുത്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവും കാണുമ്പം. അപ്പം നമ്മളിതാ മണ്ടക്കോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നെറ്റിപ്പട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കാം. കണ്ടോ, നല്ല വൈബാണ് കാണാൻ, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ദേവിയുടെ ഒരു ഇതും അതുപോലെ തന്നെ നെറ്റിപ്പട്ടവും നമുക്കിവിടെ കാണാം. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ തടിയുടെ സ്റ്റെയർ കേസ് ആണ് ഇവിടുത്തെ. അപ്പം ഞാൻ മാനസയുടെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ മുകളിലോട്ട് കയറുകയാണ്. നീ മാനസയുടെ വ്യൂ താഴെ നിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നോക്ക് ഗൈസ്, ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയാണ്. ഇപ്പം അവൾ അവിടെ ജസ്റ്റ് നിൽക്കുന്നതുകൊണ്ടാണ് അത്ര ഒരു ഇതുള്ളത്. പക്ഷെ അവൾ നല്ലോണം അവൾ ഒരുങ്ങിയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുമായിരുന്നെങ്കിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോവാം. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ. ഞാൻ പിന്നെയും പറയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനിവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അവൾ എൻ്റെ അടുക്കലോട്ട് വരികയാണ്. ഞങ്ങൾ ഇനിയും ഒന്നിച്ച് താഴോട്ട് ഇറങ്ങി. പിന്നെ അവൾ ആ ഊഞ്ഞാല തന്നെ കയറിയിരിക്കുകയാണ്. മാറത്തില്ല, അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല, കിടക്കാനും ഒക്കെ ഒരുങ്ങാണ്. അപ്പം നമുക്ക് ഇനിയും ഞാൻ ഒന്നുകൂടെ ഓൾറൗണ്ട് കാണിച്ചു തരാം. അപ്പം നല്ല ഭംഗിയുണ്ട്. കിടന്ന് അവിടെ പുള്ളിക്കാരി അങ്ങ്. ഇനി നമുക്ക് ഇന്റീരിയർ ഡിസൈൻ ഒന്നുകൂടെ കാണിക്കാൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്റീരിയർ ഡിസൈന്. അപ്പം ഞാനിപ്പോൾ കാണിച്ച ഇന്റീരിയർ ഡിസൈൻ്റെ അവിടെ തന്നെയായിരുന്നു കുഞ്ഞമ്മയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. അപ്പം നമ്മൾ കുറച്ചേ കാണിച്ചുള്ളൂ, റൂംസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി പിന്നെ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പം അങ്കിളും ആൻറ്റി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം നമ്മളിനി ഉള്ളപ്പോൾ കുറച്ച് വീഡിയോസ് കൂടെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. എത്ര പറഞ്ഞാലും തീർത്തില്ല, നല്ല ഭംഗിയാണ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ റൂംസ് ഇല്ലാതെ തന്നെ ഇത്രയും ഭംഗിയാണെങ്കിൽ റൂംസ് ഉള്ളപ്പോൾ എന്ത് രസമായിരിക്കും നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാണ് ഫാമിലി ഇവരുടെ. അപ്പോൾ അങ്കിളിനും ആൻറ്റിക്കും ഒരു മോനാണ്. അപ്പോൾ ചേട്ടൻ പുറത്താണ്, ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഹോം ടൂർ വ്ളോഗ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.